എൻ്റെ പൊന്ന്, ഇന്നലെ ഉണ്ടല്ലോ എൻ്റെ പൊന്നളിയോ, ഇന്നലെ രാത്രി ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിപ്പോൾ നമ്മൾ കൂട്ടുകാർ വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോൾ കണ്ടതാണ് ഞാൻ ആ സ്റ്റോറി ഇട്ടത്. വൻ ആഘോഷം, പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ഫുൾ പാർട്ടി മോഡ്, വീക്കെൻഡ് എൻജോയ് ചെയ്യാറ്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഒരു സമയമായി. അതുകൊണ്ട് പിന്നെ അവിടുന്ന് കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഫുഡ് കുറച്ച് ബാക്കിയിരിപ്പുണ്ട്, അതെടുത്ത് ഇന്ന് കഴിക്കണം. രാവിലെ തന്നെ ലിച്ചിത്തേ പോലെ തീർന്നു പോകും. പിന്നെ ഇന്ന് രാത്രി സച്ചിൻ ചാർലിയുടെ വക ഫുഡുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രാത്രിത്തെ ഫുഡിന് ആവശ്യമില്ല. അപ്പോൾ ഞാനിനി സ്പെഷ്യലായിട്ട് ഇന്നിനി പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഏത്തപ്പഴം മേടിച്ച് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം. പിന്നെ ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിക്കാം, ബാക്കിയിരിക്കുന്ന ഫുഡും കഴിക്കാം എന്നിട്ട് എന്ന് വിചാരിച്ചു. എന്താ പറഞ്ഞു വേറെ ഒന്നും വിചാരിക്കേണ്ടത്. കത്തി ഉണ്ട് കേട്ടോ, കത്തി കൊണ്ട് കീറാതെ ഇവിടുത്തെ ഏത്തപ്പഴം ഈ പറഞ്ഞ ഏത്തക്കാണ്ടല്ലോ, ഇത് ആഫ്രിക്കയിൽ നിന്ന് കണ്ടുവരുന്ന നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ്. നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടും പോലെ. പിന്നെ ഈ സാധനം പഴുത്തിട്ടുണ്ടാവില്ല, അത് വേറെ പോയിന്റ്. ഇത് ഭയങ്കര പാടാണ്. അപ്പോൾ ഇത് തിന്നിട്ട് നമുക്ക് പ്രോട്ടീൻ ഷേക്ക് ഞെച്ചിട്ട് കഴിയുമ്പോൾ ഇത് തിന്ന് കഴിയുമ്പോൾ ഞാൻ തരാം. അതുപോലെ പിടിച്ചിട്ട് നമുക്ക് ചോറും നല്ല രാത്രി കഴിക്കാനുള്ളതും ചോറാണ്. നമുക്ക് കറി എന്നാന്നു ചിക്കൻ കറി എന്നാണ്ട് ഇപ്പോൾ ചിക്കൻ കറി അപ്പല അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ കൂട്ടി ഇന്നത്തെ കൊണ്ടുവരുന്നു. രാത്രി ഫുഡ് വരും എന്ന് സച്ചിൻ ചാർലി പറഞ്ഞാൽ ഫുഡ് വരും. അങ്ങനെയാണ് പതിവ്. അതിന് വേണ്ടിയിട്ട് ചെമ്പെടുക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. ചെമ്പ് ഞാൻ ഇന്നലെ രാത്രി വണ്ടിയിൽ എടുത്തു വെച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാനത് എടുത്തു വെച്ചുകൊണ്ട് വന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ മണ്ടൻ വീട്ടിലിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനത് എടുത്തുകൊണ്ടുപോകാൻ പറഞ്ഞു. സ്റ്റിൽ വണ്ടിയുടെ ഡിക്കിയിലിരിക്കുക. അവൻ ഇന്ന് രാവിലെ വന്ന് എടുക്കാമെന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ഉത്തരവാദിത്വമില്ല അവനക്കൊന്നും. വരട്ട് മിക്കവാറും സംഭവിക്കാൻ ഞാൻ മടി കഴിഞ്ഞിട്ട് ഞാനതെടുത്ത് പുറത്ത് വയ്ക്കില്ല. ഞാൻ വർക്കിന് പോകുമ്പോൾ ഞാൻ ആ ചെമ്പുമായിട്ട് വർക്കിന് പോകും. അപ്പോൾ അവൻ മുഞ്ചും. അതാണ് സാധ്യത. 1 മണിക്ക് മുമ്പ് വന്നാൽ ചെമ്പ് കിട്ടും. നോക്കാം, ഞാനിത് കഴിച്ച് ഷേക്ക് മേടിക്കട്ടെ. നമുക്ക് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാം. ഇത് ബ്ലെൻഡറിൻ്റെ ഇത് സെക്കൻഡ് സ്കൂപ്പ് ഏകദേശം ഒരു 50 grams ഓഫ് പ്രോട്ടീൻ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. നോർമലി ഞാൻ പാലാണ് ഒഴിക്കൽ. പക്ഷെ പാല് ഇവിടെ ഞാൻ 1 ലിറ്റർ പാല് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാനങ്ങനെ പാൽ ഒരുപാട് കഴിക്കില്ല, അതങ്ങനെ കുടിക്കില്ല. പാലങ്ങനെ ഒരുപാട് കുടിക്കാത്തതുകൊണ്ട് അത് മേടിച്ചു വെച്ച് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ചീത്തയായി പോകും. അതുകൊണ്ട് ഞാൻ പാൽപ്പൊടി മേടിച്ചു വെച്ചിട്ട് നീടവും അപ്പോൾ പാലിൻ്റെ എന്തായാലും മിൽക്ക് പ്രോട്ടീനാണ്. ഒപ്പം ഒരു സ്കൂപ്പ് ഓഫ് നീഡ്. പണ്ട് എനിക്ക് ചെറുപ്പത്തിൽ വാപ്ചി ഗൾഫിലാകുന്ന സമയത്ത് പുള്ളിക്കാരൻ എനിക്ക് ചെറുപ്പത്തിൽ ഈ പെട്ടി സാധനം ഒരു ലോഡ് കൊണ്ടുവന്നതിലായിരുന്നു. ഞാനിത് കുടിച്ചാണ് വളർന്നു ശ്രമിച്ചത്. ഞാൻ വളർന്നത് അത് കുടിച്ചാണ്. കാരണം എന്താ ചെയ്യാം, പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇതേപോലത്തെ മീൻസ് കാർഗോയ്ക്കും അല്ലെങ്കിൽ പുള്ളി വരുമ്പോൾ കൊണ്ടുവരും. ഇതേപോലത്തെ ടിന്നു കണക്കിന് കൊണ്ടുവരും. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഫുള്ള് മുകളിൽ ഇരുന്നുകൊണ്ടിരുന്നിങ്ങനെ ഇതിൻ്റെ പാട്ട അങ്ങനെ നീട്ടോ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തേക്കായിരുന്നു. ഒഴിക്കാം. ദിസ് ഇസ് ബ്ലെൻഡർ. നട്ട്സും കാര്യങ്ങളും ഒന്നും ഇരിക്കുന്നില്ല. ഇരിക്കേണ്ട അറിഞ്ഞ നട്ട്സിൻ്റെ വാലിഡായിരുന്നു.
ഞാൻ ഷേക്ക് അടിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഫ്രൂട്ട്സ് വാരിയിടാം, നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് വാരിയിടാം. ഇതൊക്കെ ഇറങ്ങാൻ അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ കുടിച്ചോണ്ട് നേരത്തെ. നട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ തീർന്നു പോയി. ഞാൻ ആ ജിമ്മിപ്പോക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ നട്ട്സൊക്കെ പിന്നെ മേടിച്ച് വയ്ക്കലായിരുന്നു. നട്ട്സൊക്കെ ഒന്ന് മേടിച്ച് നട്ട്സ് മുന്തിരി ഇതൊക്കെ മേടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്തിട്ട് അടിച്ച് കുടിക്കലായിരുന്നു അന്ന്, പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നിർത്തിയോടുകൂടി ഇത് ഞാൻ പിന്നെ വേറെ ഫുഡ് ഇതിപ്പോൾ അതുകൂടെ ഉള്ളൂ. രാത്രി വേറെ കഴിക്കാം. ഇത് കഴിച്ചാൽ വയറ് കേട്ടോ. ചില്ലറ സാധനം നെയ്യ് ഹെവിയാണ്, നല്ല ടേസ്റ്റ്. ഇനി വാനില ക്രീമിൻ്റെ കണ്ടാണ് ഫ്ലേവർ. അപ്പോൾ നമ്മളൊരു ഐസ്ക്രീമൊക്കെ ഉള്ളൂ, വാനില ഐസ്ക്രീമൊക്കെ, അതൊക്കെ തിന്നുമ്പോൾ കുടിക്കുമ്പോൾ ഇരിക്കും. തിന്നുമ്പോഴല്ല, കുടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. മേഡം ആ ഹീറോയിക് മൊമെന്റ് ആണ്. ഇതാരോ വന്നേക്കണേ നോക്കി. ഞാനിപ്പോ നീ അവർക്ക് ശല്യമായോ? ഞങ്ങള് ഫ്രീഡം ആയിട്ട് ഞാൻ വന്നോ. ഉത്തരവാദിത്വ ബോധമുള്ള സച്ചിൻ ചാർലി വന്നോ? അത് ഉത്തരവാദിത്വ ബോധം ഇന്നലെ കാണിക്കണമായിരുന്നു. ആ പിന്നെ ഇയാളല്ലേ പറഞ്ഞു വേണമെന്ന്. എന്നാ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെക്കട്ടോ, ഞാൻ വരുമ്പോഴേക്കും. ഉണ്ടാക്കി വെക്കും. ആ ഉണ്ട്, എല്ലാരും ഉണ്ട്. ടി വി കണ്ടോണ്ടിരിക്കുന്നു, സിനിമ കണ്ടോണ്ടിരിക്കും. കണ്ടിട്ടുണ്ട് ഇപ്പൊ. ഡിവിനിക്ക് അറിയില്ല, ഡിവിനെ ഞാൻ കണ്ടില്ല. ആരും ഞാൻ പെമ്പിള്ളേരെ ഞാൻ കണ്ടു. ഞങ്ങൾക്ക് പെമ്പിള്ളേരെ ആരും അറിഞ്ഞാൽ മതിയോ? ഞങ്ങൾ ആമ്പിള്ളേരെ ആരും അറിയണ്ടേ? ആരെങ്കിലും ഉണ്ട്? അവർ രണ്ടുപേരും അവിടെ ഉണ്ട്. എന്നാ സോറി. ഓ അതാ സോറി. പോവാമോ? സച്ചിൻ ചാർലി പിന്നെയും ഉത്തരവാദിത്ത ബോധം ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ച് ഞാൻ പോയി കഴിഞ്ഞ് വരുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ പുള്ളി അതിന് മുമ്പേ വന്നു. അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കും. വെയിറ്റ് ഫോർ ദ അത്ഭുതം. അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി വെള്ളം കുടിക്കുന്നു. അങ്ങനെ കഴിച്ചു വന്നപ്പോഴാണ് ഇവിടെ മീൻകറി വച്ചേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ദിവിനാമേരിയുടെയാണെന്ന് തോന്നുന്നു, പക്ഷെ ഇന്ന് രാത്രി ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി സച്ചിൻ ചാർലിയുടെ വക ഫുഡുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പോയി തിന്നാം. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞേ, നമുക്ക് ഫുഡ് കഴിക്കട്ടെ, എന്നാൽ ജോലിക്ക് പോവാം. അപ്പോൾ ഓക്കെ.